നിയമമുള്ള ഒരു പടച്ചവന്റെ നിയമത്തെ വലിച്ചെറിയുകയാണ് ജനങ്ങൾ. കാരണം എന്താ? ഈ കാലഘട്ടത്തിന് അത് യോജിച്ചതല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോ പോർച്ചുഗലില് ഭയങ്കരമായ പ്രക്ഷോഭം നടക്കുകയാണ്. രണ്ടാവശ്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന്, രാജ്യത്തെ ഇസ്ലാമിനെ നിരോധിക്കണം, എന്നാലേ ഞങ്ങൾക്ക് സമാധാനം കിട്ടൂ. കാരണം ഒരു കയ്യിൽ ഖുർആനും പൊക്കിപ്പിടിച്ച് മറുകൈയിൽ ആയുധവും എന്തി ഇസ്ലാം സ്വീകരിപ്പിക്കാൻ വേണ്ടി, ഇസ്ലാമിക നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ അങ്ങോട്ട് ഇറങ്ങി തിരിക്കുമ്പോൾ ഞങ്ങൾക്ക് പാർക്കിൽ ഇരിക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണത്തിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. അവരെയൊക്കെ ഇസ്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇവര്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇസ്ലാം വേണ്ട, അതിനെ നിരോധിക്കണം. മോസ്കുകൾ വേണ്ട, മോസ്കുകൾ അടച്ചു പൂട്ടണം. ആ മോസ്കുകളിലൂടെയും മദ്രസകളിലൂടെയുമാണ് കുട്ടികൾ അടക്കമുള്ള ആളുകളെ പുതിയ തലമുറയിലെ തീവ്രവാദ ആശയക്കാരാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഇത് രണ്ടും നിരോധിക്കുകയല്ലാതെ ഈ രാജ്യത്ത് ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി ജീവിക്കാൻ മറ്റു വഴിയില്ല എന്നവർ പ്രഖ്യാപിക്കുന്നു. പ്രക്ഷോഭകർക്ക് മുമ്പിലെ സർക്കാരിന് അത് അംഗീകരിക്കേണ്ടി വരികയാണ്. വരും നാളുകളിൽ യൂറോപ്പ് മുഴുവനും ശക്തമായ രൂപത്തിൽ ഇതേ ആവശ്യവുമായി ജനങ്ങൾ പബ്ലിക്കിൽ ഇറങ്ങി പ്രക്ഷോഭം നടത്തും. ഇന്ന് പോർച്ചുഗലിൽ കണ്ടത് യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവനും ഇനി നമുക്ക് കാണാൻ കഴിയും. ഇനിയെങ്കിലും എന്തുകൊണ്ടാണ് ലോകം മുഴുവനും ഇസ്ലാമിനെതിരായി മാറുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയധികം എതിർക്കപ്പെടുന്നത്? ഇതിനകത്തെ മാനവിക വിരുദ്ധതകൾ കൊണ്ടാണ്, ജനാധിപത്യ വിരുദ്ധതകൾ കൊണ്ടാണ്, അന്യമത വിരോധങ്ങൾ കൊണ്ടാണ്. ഇതിനകത്തെ കൊള്ളയും കൊലയും രക്തക്കൊതിയും പെണ്ണുപിടിയും ഒക്കെ ഇന്ന് ജനങ്ങൾക്ക് എല്ലാ ഭാഷകളിലും മനസ്സിലായിട്ടുണ്ട്. മനുഷ്യത്വമില്ലാത്ത ഈ മുസ്ലിങ്ങൾ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, മനുഷ്യരായ ആളുകൾ ഇസ്ലാം മതത്തിൽ നിന്ന് വിഭിന്നമായി ചിന്തിക്കാൻ തയ്യാറാകുന്നു. എല്ലാ മുസ്ലിങ്ങളും ഈ രൂപത്തിൽ ചിന്തിക്കുന്നവരാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഖുർആൻ അനുസരിച്ചിട്ട് ജീവിക്കുന്ന മുസ്ലിങ്ങൾ, അവരുടെ അടിത്തറ ഇത് തന്നെയാണ്. കാലഹരണപ്പെട്ട മനുഷ്യത്വരഹിതമായ മാനവികത തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ആ ഗോത്ര നിയമത്തെ ഈ ആധുനിക ജനതയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുമ്പോൾ മാനവികത തിരിച്ചറിഞ്ഞ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ അസുഖത്തിന് ചികിത്സിക്കാൻ തയ്യാറാകും. മനസ്സിലായ? കാരണം മനുഷ്യന് ഇന്ന് ചിന്തിക്കാൻ അറിയാം. അവർക്കിന്ന് ഒന്നിനെയും ഭയമില്ല. പ്രവാചകന്റെ ഒരു ചിത്രം ഫ്രാൻസിൽ പ്രചരിപ്പിച്ചതിന്റെ പേരിലാണ് സാമുവൽ പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയറുത്തെടുത്തതെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവനും മുഹമ്മദിന്റെ ചിത്രങ്ങളില്ലേ, കാർട്ടൂൺ ചിത്രങ്ങൾ. ഫ്രാൻസിന്റെ തെരുവോരങ്ങളിൽ പോലും പബ്ലിക്കായിട്ട് കാർട്ടൂൺ ചിത്രം വലിയ രൂപത്തിൽ വരച്ചു വെച്ചിരിക്കുകയാണ്. ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് മുഹമ്മദ് എന്ന് എഴുതിയതിന്റെ പേരിലാണെങ്കിൽ അതിനുശേഷം പിന്നീട് സോഷ്യൽ മീഡിയയിൽ മുഴുവനും മുഹമ്മദിനെ സംബന്ധിക്കുന്ന വിമർശനങ്ങളല്ലേ. നിങ്ങൾ അങ്ങനെ കൊന്നും വെട്ടിയും ഒന്നും ഇസ്ലാമിനെ സംരക്ഷിക്കാൻ ശ്രമിക്കല്ലേ, നടക്കില്ല. അങ്ങനെയൊന്നും ഇസ്ലാം രക്ഷപ്പെടില്ല. എതിർക്കുന്ന ആളുകളെയൊക്കെ ഇല്ലാതാക്കി, ഒറ്റപ്പെടുത്തി, ഭീഷണിപ്പെടുത്തി, തെറിവിളിച്ച് നിങ്ങൾക്ക് അങ്ങനെ ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ സാധിക്കുമോ? മുമ്പ് ഇസ്ലാമിനെ കുറിച്ച് ഒരു വിമർശകരും പറയാത്ത രൂപത്തിൽ ചന്ത തറ ഭാഷയിൽ തെറി പറഞ്ഞുകൊണ്ടിരുന്ന ചില ആളുകൾ ഇന്ന് ഇസ്ലാമിനെ വെള്ളപൂശുക. എന്തിന്? എന്നാലേ ഫോളോവേഴ്സിനെ കിട്ടൂ. ഇസ്ലാമിനെ വിമർശിച്ചാൽ ഫോളോവേഴ്സിനെ കിട്ടില്ല. സംഘികൾ 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 എന്ന് ഒരു മിനിറ്റിൽ ഒരു 10 വട്ടമെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കണം. സംഘികളെ തെറി പറയണം, എന്നാൽ ഫോളോവേഴ്സിനെ കിട്ടും. മുസ്ലിങ്ങളുടെ പിന്തുണയില്ലാതെ ഇവിടെ പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. എന്നിട്ട് അവരെ നമ്മുടെയൊക്കെ പേരുകൾ എടുത്തു പറഞ്ഞിട്ട് അവര് ഇസ്ലാമിനെ പറയുന്നു. ഇസ്ലാമിനെ വെറുതെ അല്ല പറയുന്നത്, ഇസ്ലാമിക മത പ്രമാണങ്ങൾ നിവർത്തി വെച്ചിട്ടാണ് പറയുന്നത്. ആ പറയുന്ന തെറ്റോ ശരിയോ മനസ്സിലാക്കാൻ ഇവളുമാർക്കോ ഇവമാർക്കോ എങ്ങാനും ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇല്ല. ഞങ്ങളുടെ ഇസ്ലാമിനെ പറയുന്നേ ലോകം പറഞ്ഞുകൊണ്ടിരിക്കുക. ലോകം മുഴുവനും വിമർശിച്ചു കൊണ്ടിരിക്കുവാണ് ഇപ്പൊ നിങ്ങളെ. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നിങ്ങളുടെ ഈ അസഹിഷ്ണുത കൊണ്ട് മാത്രമാണ്, നിങ്ങളുടെ ഈ തെറിവിളികൾ കൊണ്ട് മാത്രമാണ്. ആശയപരമായി എതിർക്കാൻ പറ്റാത്തത് കൊണ്ട് അനാവശ്യമായി തെറികൾ പറഞ്ഞും ലൈംഗിക വൈകൃതങ്ങൾ പ്രചരിപ്പിച്ചുമൊക്കെ
നിങ്ങൾ ഈ ഇസ്ലാമിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒരു മുസ്ലിം എങ്ങനെയായിരിക്കും ഇസ്ലാമിനെ വിമർശിച്ചാൽ അവർ ഏത് രൂപത്തിലാണ് നമ്മളെ കാണുന്നത്, നമ്മളോട് എങ്ങനെയാണ് അവർ ബിഹേവ് ചെയ്യുന്നത്, അവരുടെ ഭാഷ എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കുക. മനസ്സിലായ? അതായത് ഇവർക്ക് ആകെ പറയാനുള്ളത് ആശയപരമായ വൈരുദ്ധ്യങ്ങളുണ്ട്, സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യും? അനാവശ്യങ്ങൾ പറയും, തെറി പറയും. അപ്പൊ അടുത്ത ദിവസം അതിനേക്കാൾ കൂടുതൽ വിഷയങ്ങളുമായിട്ട് ഞാൻ വരും. കൂടുതൽ വിഷയങ്ങളുമായിട്ട് വരും. ഇസ്ലാമിനെ വിമർശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉടനെ തെറിവിളിയാ. നീയൊക്കെ തെറിവിളിക്കടാ മദ്രസ പൊട്ടന്മാരെ. ഒരു മദ്രസ പൊട്ടന്റെ രീതി ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മൾ എന്തുകൊണ്ടാണ് ഈ മദ്രസ പൊട്ടന്മാർ എന്ന് പറയുന്നത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. എന്തിനാണ് നിങ്ങൾ അണയാൻ പോകുന്ന തീയാളിക്കതോ? അതെ, ഇസ്ലാം ഏതാണ്ട് 10 വർഷം കൂടി ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിലില്ല, അത്രേ ഉള്ളൂ. അത്രയൊക്കെ തന്നെ പറ്റൂ പിടിച്ചു നിൽക്കാനേ. ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. വേറൊരു രാജ്യത്ത് കയറി ചെന്നിട്ട് കാണിക്കാം. ഒരു പാകിസ്ഥാനിലെ ഒരു ജേർണലിസ്റ്റ് ആണ്. അവരോടൊരു മദ്രസ പൊട്ടൻ ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കിക്കോ. അത് അതെ വീഡിയോ ആണല്ലോ, അപ്പോൾ നിങ്ങൾക്കത് കാണാൻ പറ്റണമെങ്കിൽ ഇതാണ് ആ ലേഡി. അതിനകത്ത് എഴുതിയിരിക്കുന്നത് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമേ. सबसे पहले मैं ये कहना चाहता हूँ कि हमारा मुल्क नाम को तो इस्लाम का है, ठीक है, लेकिन हमारे अंदर कोई काम भी इस्लाम का नहीं है। कैसे कि ऐसा कौन सा गुनाह का काम कर दिया हमने सबसे पहले काम ये किया है कि आप मेरे सामने खड़े हो इस्लामी मुल्क में, तो आपके सर पे दुपट्टा नहीं है, ठीक है। भाई तुम लोगों का इस्लाम दुपट्टे से क्यों शुरू होता है, दुपट्टे पे क्यों खत्म हो जाता है? पकड़ो अपनी चादर, मेरे पास है, आई हैव माय ओन शॉल। आपने तो ये मेरा डिसीजन है ना, आपका थोड़ी ना। आपका डिसीजन क्यों है? अल्लाह के हुक्म। अब देखो, आपने मुझे मेरी परमिशन के बगैर टच किया। आपको पता है ये कितना बड़ा गुनाह किया? आपको मैं टच नहीं किया, आपके सर पे अपनी आपने क्यों? नहीं बहन, नहीं ब्लड, यू आर नॉट इन माय ब्लड रिलेशन। व्हाई यू टच मी विदाउट माय परमिशन? ये इस्लाम सिखाता है आपको? इस्लाम ने हमें कुरान नहीं ये सिखाता ये पर्दे का हुक्म दिया, तो मतलब किसी की भी माँ बहन को हाथ लगाते जाओगे? किसी की माँ, मैंने आपको अपनी ये आप अरेस्ट हो सकते हो इस बात पे, आपको पता है? तैयार हूँ। ये सोशल हरासमेंट है, जो मर्जी है, ये सोशल हरासमेंट है। अच्छा मुझे बताओ, पाकिस्तान में कितनी वीमेंस है जो बुरखे में और कितनी वीमेन जो दुपट्टे में है? हमारी वीमेंस कोई दिखा दो। तो वो तो आपके घर का माहौल है, मैं अपने घर के माहौल से चलूंगी। बात ये कि आप जहाँ से भी सीख के आए, आपकी तरबियत में बहुत बड़ा डिफेक्ट है। आपकी तरबियत में बहुत बड़ा डिफेक्ट है। 10 डिफेक्ट तो मैं मदरसे से सीख के आया हूँ। मदरसे से क्लैपिंग करो, ये मदरसा प्रोडक्शन है, करें क्लैपिंग जरा। तो में ये सिखाया जाता है आपको? यही सिखाया जाता है, ये सिखाया जाता है आपको। കണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എത്രമാത്രം ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പറഞ്ഞുതരാം. മദ്രസ പൊട്ടൻ എന്ന് നമ്മൾ പൊതുവെ പറയാറില്ലേ, എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കിക്കോ. മലയാളത്തിലുണ്ട് ഞാൻ പറഞ്ഞുതരാം. മലയാളത്തിലുണ്ട്. നമ്മൾ മലയാളികളല്ലേ, നമുക്ക് വേണ്ടത് മലയാളമല്ലേ. അതായത് ഒരു ജേർണലിസ്റ്റ് അവർ പുറത്ത് നിന്ന് ഇങ്ങനെ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്, പാകിസ്ഥാനിലാണ്. ആ സമയത്ത് തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരു പയ്യൻ വരുന്നു. നമ്മുടെ രാജ്യം പേരിലെങ്കിലും ഇസ്ലാമികമാണ് എന്ന് അവൻ തറപ്പിച്ച് ആ പെണ്ണിനോട് പറയും. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു കാര്യവും ഇസ്ലാമികമായിട്ടില്ല, പക്ഷേ പേരിലെങ്കിലും ഇസ്ലാമികമുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞു. അപ്പോ നമ്മള് പാപമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ആ ജേർണലിസ്റ്റിനോട് ഈ പയ്യൻ പറയാണ്, നമ്മൾ പാപമാണ്. അപ്പൊ ആ പെണ്ണ് ചോദിക്കുന്നു, ഞാൻ എന്ത് പാപമാണ് ചെയ്തത്, എന്ത് പാപമാണ് നമ്മൾ ചെയ്തത്? അപ്പോ നമ്മൾ ആദ്യം ചെയ്ത തെറ്റ്, നമ്മൾ ഇസ്ലാമിക രാജ്യത്തിലാണ് നിൽക്കുന്നത് എന്ന ബോധം നമുക്ക് ഇല്ലാതെ പോയി എന്നതാണ് ആ പയ്യൻ പറയുന്നത്. എന്നിട്ട് ആ പയ്യൻ അവന്റെ പുറത്ത് കിടന്ന ഒരു സ്വെറ്റർ ഇതെടുത്ത് നിങ്ങളുടെ തലയിൽ തട്ടമിട്ടില്ല എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടിയുടെ തലയിലേക്ക് ഈ തട്ടം ഇട്ട് കൊടുക്കാൻ ശ്രമിക്കുവാണ്. അപ്പോൾ പെണ്ണ് പെട്ടെന്ന് അത് വലിച്ച് എറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു,
ബായി നിങ്ങളുടെ ഇസ്ലാം തട്ടത്തിൽ തുടങ്ങി തട്ടത്തിൽ അവസാനിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു ആ പെൺകുട്ടി. കാരണം നിങ്ങൾക്ക് തട്ടം 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 തലമുടി കാണുന്നു അതുകൊണ്ട് മര്യാദയ്ക്ക് ഇന്ന് നിന്റെ ഈ സാധനം നീ തിരിച്ചു വാങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ കയ്യിലുമുണ്ട്, പക്ഷെ ഞാനിത് എന്റെ ആവശ്യത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പം അവൻ ചോദിക്കാണ്, പിന്നെ എന്താണ് നീ അത് തലയിൽ തട്ടം ഇടാത്തത്, നിനക്ക് ഇട്ടൂടെ എന്ന് ചോദിച്ചു. അത് എന്റെ തീരുമാനമാണ്, എനിക്ക് വേണമെങ്കിൽ ഞാൻ ഉപയോഗിക്കും, വേണ്ടെങ്കിൽ ഞാൻ ഉപയോഗിക്കില്ല, എന്നെ നിർബന്ധിപ്പിച്ച് തട്ടമിടിക്കാൻ നീ ആരാണ് എന്ന് ആ പെണ്ണ് ചോദിക്കുന്നു. അത് എന്റെ തീരുമാനമാണ്. അപ്പൊ ആ പയ്യൻ പറഞ്ഞു, അല്ല, ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട് പെണ്ണ് ഔറത്തു മറയ്ക്കണം എന്നത്. അപ്പോ ആ പെണ്ണ് പറഞ്ഞു, താങ്കൾ എന്റെ സമ്മതമില്ലാതെ എന്തിനെന്റെ ശരീരത്തെ സ്പർശിച്ചു എന്ന് ചോദിച്ചു. കാരണം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, എന്റെ സമ്മതമില്ലാതെയാണ് താങ്കൾ ഒരു കോട്ട് എന്റെ ശരീരത്തിൽ ഇടിയിക്കാൻ ശ്രമിച്ചത്. അപ്പൊ പയ്യൻ പറഞ്ഞു, ഞാൻ സ്പർശിച്ചിട്ടില്ല, സഹോദരിയായി കണ്ടിട്ടാണ് ഞാൻ എൻ്റെ കോട്ട് നിങ്ങൾക്കിട്ട് തട്ടവും ഇടിയിച്ച് തന്നത് എന്ന് പറഞ്ഞു. അപ്പോ ആ പെൺകുട്ടി പറഞ്ഞു, അല്ല, നിന്റെ സഹോദരി അല്ല ഞാൻ, യു ആർ നോട്ട് ഇൻ മൈ ബ്ലഡ് റിലേഷൻ, നീ പിന്നെ എങ്ങനെയാണ് എന്റെ സഹോദരനാകുന്നത് എന്ന് ചോദിച്ച് ശക്തമായിട്ട് ആ പെണ്ണ് ക്യാമറയ്ക്ക് മുമ്പിൽ തന്നെ നിന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ചോദിക്കാണ്, വൈ ഡിഡ് യു ടച്ച് മീ വിത്തൗട്ട് മൈ പെർമിഷൻ, നിനക്ക് എങ്ങനെയാണ് എന്റെ സമ്മതമില്ലാതെ എന്റെ ശരീരത്തിൽ തൊടാൻ നിനക്ക് ആരാണ് അനുവാദം തന്നത്? സഹോദരിയാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും ദേഹത്ത് കയറി അങ്ങ് തൊടാമോ നിനക്ക് എന്ന് ചോദിച്ചു. അപ്പോ എന്നിട്ട് ആ പെണ്ണ് ചോദിക്കുകയാണ്, ഇതാണോ നിങ്ങളുടെ ഇസ്ലാമിക മാതൃക, ഇതാണോ നിങ്ങളുടെ ഇസ്ലാം മത മര്യാദ, ഇതാണോ എന്ന് ചോദിക്കുന്നു. ഇസ്ലാം ഖുർആൻ അത് പഠിപ്പിക്കുന്നെന്നും പറഞ്ഞ് ആരാന്റെ അമ്മയുടെയും പെങ്ങളുടെയും ഒക്കെ ദേഹത്ത് കയറി തൊടാനും അവരെ തട്ടമിടിപ്പിക്കാനും അവരുടെ കൈവയ്ക്കാനും ഒക്കെ നീയൊക്കെ ആരാടാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഖുർആനിൽ പർദ്ദയുടെ കൽപ്പനയുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് ആ പയ്യൻ പറയുന്നുണ്ട്. അപ്പൊ ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഈ വിഷയത്തിൽ താങ്കൾ അറസ്റ്റ് വരെ ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കുറ്റമാണ് താങ്കൾ ഇപ്പം എന്നോട് ചെയ്തത്. കാരണം എന്റെ സമ്മതമില്ലാതെയാണ് എന്റെ ശരീരത്തിൽ തൊട്ടത്, അതിന് താങ്കൾ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ തയ്യാറാണ്, അറസ്റ്റ് വരിക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങളുടെ ദേഹത്ത് തൊട്ടതിന്റെ പേരിൽ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞു, ഇതിന്റെ പേരാണ് സോഷ്യൽ ഹാരാസ്മെന്റ്, ഇതൊരു സോഷ്യൽ ഹാരാസ്മെന്റ് ആണ്, നിങ്ങൾ എങ്ങനെ എന്റെ ശരീരത്തിൽ തൊടും? പാകിസ്ഥാനിൽ എത്രയോ സ്ത്രീകളുണ്ട്, തട്ടമിടുന്നവരുമുണ്ട്, ഇടാത്തവരുമുണ്ട്, ബുർക്ക ഇടുന്നവരുമുണ്ട്, ഇടാത്തവരുമുണ്ട്. എല്ലാവരെയും അങ്ങ് തട്ടമിടിപ്പിക്കാനുള്ള ചുമതല നിന്നെ ആരാടാ ഏൽപ്പിച്ചത്? അതാ ചോദിക്കുന്നത്. വേണമെങ്കിൽ ഇടും, വേണ്ടെങ്കിൽ ഇടില്ല. ഇപ്പോ അയാൾ പറയുകയാണ്, അങ്ങനെയാണെങ്കിൽ തട്ടമിടാതെ നടക്കുന്ന സ്ത്രീകളെ നീ ഒന്ന് കാണിക്കുന്നു. അപ്പൊ പെൺകുട്ടി പറഞ്ഞതാ, ഞാൻ ഒരു പക്ഷേ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലം അനുസരിച്ച് നിങ്ങൾ മതം വിഴുങ്ങി ജീവിക്കുന്നവരായിരിക്കും, എല്ലാവരും അങ്ങനെയല്ല, എല്ലാവരെയും അങ്ങനെ മതം പുഴുങ്ങി കൊടുക്കാൻ നിങ്ങൾ ആരാണ് എന്ന പെൺകുട്ടി പിന്നെയും ചോദിക്കുകയാണ് അയാളോട്. അപ്പോ ഈ പെൺകുട്ടി പറഞ്ഞു, താങ്കളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമാണത്, പൊതുബോധമില്ലായ്മ. നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്നിട്ട് ഈ തെറി പറയുന്ന ആളുകളെ കണ്ടില്ലേ, വിദ്യാഭ്യാസമില്ലായ്മയാണ് പ്രശ്നം. കാരണം എനിക്ക് എന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ ഉണ്ടെന്നും എനിക്ക് എന്റേതായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടെന്നും അത് ഈ രാജ്യത്തിന്റെ ജനാധിപത്യം അംഗീകരിക്കുന്നതാണെന്നും ചിന്തിക്കാൻ സാധിക്കാതെ പോയത് വിദ്യാഭ്യാസത്തിന്റെ കുറവാണ്. അപ്പം ഈ പെൺകുട്ടിയും അങ്ങനെ തന്നെ പറഞ്ഞു, വിദ്യാഭ്യാസത്തിന്റെ കുറവാണെന്ന്. അപ്പോൾ ഈ പയ്യൻ പറയാണ്, അതെ, ഞാൻ മദ്രസയിലാണ് പഠിച്ചത്. അപ്പോ പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, അതെ, ഇവൻ മദ്രസ പ്രോഡക്റ്റ് ആണ്, ഒരു ക്ലാപ്പ് കൊടുക്ക്, അവനൊരു ക്ലാപ്പ് കൊടുക്ക് എന്ന് ഈ പെൺകുട്ടി ഇങ്ങനെ ഉറക്കെ പറഞ്ഞു. മദ്രസയിൽ പഠിച്ചതിന്റെ പ്രശ്നമാണിത്, ഇതൊരു മദ്രസ പ്രോഡക്റ്റ് ആണ് എന്ന് ഈ പെൺകുട്ടി വിളിച്ചു പറഞ്ഞു. അപ്പൊ മനസ്സിലായ, മദ്രസ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ് മദ്രസ പ്രോഡക്റ്റുകളെ നമ്മൾ ഇങ്ങനെ വിമർശിക്കുന്നത്, എന്തിനാണ് കളിയാക്കുന്നത് എന്ന് പല ആളുകളും ചോദിക്കാറുണ്ടല്ലോ. വേറൊരുത്തർ എഴുതുകയാണേ, അലി മൊഹിദ്ദീൻ എഴുതിയേക്കുന്നതിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നോക്കിയ മലയാളമാ. എടാ, വിദ്യാഭ്യാസം എന്നൊരു 100 തവണ ഒന്ന് അക്ഷരത്തെറ്റില്ലാതെ ഒന്ന് എഴുതി പഠിക്കും, മലയാളികൾക്ക് നാണക്കേടുണ്ടാക്കാതെ, മലയാള ഭാഷയെ വ്യഭിചരിക്കാതെ. അപ്പൊ മനസ്സിലായോ, ഒരു വസ്തുത പറഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ സാധിക്കാതെ പോകുന്നത് ഇവര് മദ്രസ പ്രോഡക്റ്റുകളായതുകൊണ്ടാണ്. ഇവര് മദ്രസയിൽ നിന്നും മതം പഠിച്ചിട്ട് വരുന്നവരാണ്, അതുകൊണ്ട് ഇവർക്ക് പൊതുബോധമില്ല. ഒരു പൊതുധാരയിൽ, ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എന്ത് പറയണം, എന്ത് പറയാൻ പാടില്ല, ഇവര് ലൈംഗിക വൈകൃതങ്ങളൊക്കെ എടുത്തിങ്ങനെ ചാറ്റ് ചെയ്ത് വിടുമ്പോ
അവർക്കൊരു സന്തോഷമുണ്ടാകും, ഒരു സമാധാനമുണ്ടാകും. ആഹാ, അവൾക്കെതിരെ ഇസ്ലാമിനെ അത്രയും പറഞ്ഞതുകൊണ്ട് എനിക്ക് അത്രയെങ്കിലും പറയാൻ പറ്റിയല്ലോ എന്നിവര് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ഇതുവഴി ഒരു മുസ്ലിമിന്റെ, ഒരു മദ്രസ പൊട്ടന്റെ ശരിയായ സംസ്കാരം എന്താണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു അവസരം കൂടിയാണ്. മനസ്സിലായ? നിങ്ങൾ ധൈര്യമായിട്ട് വിളിച്ചു, ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് കേൾക്കുന്ന 1-2 ആളുകൾക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമല്ലോ. ചിന്തിക്കാൻ പറ്റുമല്ലോ വെടിപ്പുര എപ്പോഴാണ് തുറന്നത് എന്ന്. കണ്ട, ഇപ്പൊ മനസ്സിലായ ഇവരുടെയൊക്കെ കൾച്ചർ എന്താണെന്ന്. ഈ ഒരൊറ്റ ചിന്തയല്ലാതെ വേറെ ഒന്നുമില്ല. ഉസ്താദുമാർക്കും അത് തന്നെ, കളിക്കുക, കുളിക്കുക, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഒരു വസ്തുത ഇവർക്ക് സംസാരിക്കാനുണ്ടോ? ഈ സെക്സ് കലർന്ന വിഷയങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും ഇവർക്ക് പറയാനുണ്ടോ? ഇനി ഇവർക്ക് എന്താ എന്നോടുള്ള ഇത്രയും കലിപ്പ്? ഞാൻ നരകത്തിലേക്ക് പോകുമെന്നുള്ളതാണ്. ഞാൻ നരകത്തിന്റെ അവകാശിയായി എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല, ഞാൻ നരകത്തിലേക്ക് പോകുന്നത് കൊണ്ടുള്ള വിഷമം കൊണ്ടുമല്ല, ഇസ്ലാമിനെ വിമർശിക്കുന്നത് കൊണ്ടുള്ള വെറുപ്പാണ് കാരണം. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് എന്നോട് ഇത്രയും കലിപ്പ് തോന്നാൻ ഞാൻ ഇവരുമായിട്ട് പേഴ്സണലി എന്തെങ്കിലും വിഷയത്തിൽ എൻഗേജ് ചെയ്തിട്ടുള്ള ആളാണോ? അല്ല. പിന്നെ എന്താ പ്രശ്നം? ഇസ്ലാമിനെ വിമർശിക്കുന്നു, ഞങ്ങളുടെ പ്രവാചകനെ വിമർശിക്കുന്നു, ഖുർആനിനെ വിമർശിക്കുന്നു. ഇത് തന്നെ കാരണം. ഖുർആൻ ഇങ്ങനെ അക്കസഹിതം നമ്പർ സഹിതം അധ്യായ സഹിതം പറഞ്ഞാൽ ജനങ്ങൾ ഇസ്ലാമിൽ നിന്നും വിട്ടുപോകത്തില്ലേ? ജനങ്ങൾ മനസ്സിലാക്കത്തില്ലേ? നമ്മൾ പറയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കി പോകൂലേ? അതുകൊണ്ട് നമ്മളോട് വെറുപ്പുണ്ടാകുമല്ലോ. ഇവനൊക്കെ സ്വർഗം കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഈ ലൈംഗിക വൈകൃതങ്ങളുമായിട്ട് നടക്കുന്ന ഇവനൊക്കെ സ്വർഗം കിട്ടുമോ? കിട്ടുമായിരിക്കും. കാരണം അള്ളാഹുവിന്റെ സ്വർഗം അങ്ങനെയാ. ഇനിയും ഈ ഇസ്ലാം എന്ന മതം, ഖുർആനാകട്ടെ, ഹദീസാകട്ടെ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളാകട്ടെ പഠിച്ചു മനസ്സിലാക്കി ഇതിനകത്ത് ജനാധിപത്യമില്ല, മാനവികതയില്ല, സ്ത്രീ സമത്വമില്ല, മനുഷ്യത്വമില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇത് വലിച്ചെറിഞ്ഞത്. ആ വലിച്ചെറിഞ്ഞ എന്റെ പാട്ടിന് പോയിട്ടും ജീവിക്കാൻ വിടാത്തത് കൊണ്ടാണ് ഇതിനകത്തുള്ളത് എന്താണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഇറങ്ങി തിരിച്ചത്. അതുകൊണ്ടാണിത് പൊട്ടക്കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞത്, കുഴിച്ചു മൂടിയിട്ടത്. എന്നിട്ട് ശരി, നരകമാണോ? ആയിക്കോട്ടപ്പ, നിന്നെ പോലെയുള്ള ലൈംഗിക വൈകൃതങ്ങളുള്ള കാമഭ്രാന്തന്മാരുള്ള സ്വർഗത്തിലേക്ക് വരാതിരിക്കുന്നതല്ലടാ ഏറ്റവും നല്ലത്. നരകത്തിൽ കിടന്ന് രാവിലെയും എരിയാം, വൈകിട്ടും എരിയാം, പിന്നെയും പൊരിച്ചു വെക്കും. ആഹാ സുഖം. നിന്നെയൊക്കെ പോലെ 72 ഹൂറികളെ എടുത്തും ഉദ്ധരിച്ച ലിംഗവുമായിട്ട് ഇങ്ങനെ നടക്കുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതല്ലേ അത്? നിന്റെ ഒന്നും സഹിക്കണ്ടല്ലോ. അതുകൊണ്ട് നരകത്തിൽ ഞാൻ പോകുന്നതിന് എനിക്കില്ലാത്ത വിഷമം, എനിക്കില്ലാത്ത പ്രയാസം എന്തിനാണ് നിങ്ങൾക്ക്? പിന്നെ ഖുർആൻ പറയുന്നുണ്ട് 36-ാം അധ്യായം 57-ാമത്തെ വചനം, സ്വർഗവാസികൾ സ്വർഗത്തിൽ വിചാരിക്കുന്നതെല്ലാം നടക്കുമെന്നോ. എന്റെ ഭർത്താവ് ഒരു വിശ്വാസിയാണ്, അദ്ദേഹം സ്വർഗത്തിൽ പോയാൽ ചിലപ്പോൾ എന്നെ ഭാര്യയായിട്ട് വേണമെന്ന് വിചാരിച്ചാൽ നടക്കില്ലേ? എൻ്റെ ഉമ്മ ഒരു വിശ്വാസിയാണ്, എൻ്റെ ഉമ്മച്ചി ഉംറ വരെ ചെയ്ത ആളാണ്, കുടുംബ ബന്ധം ചേർത്തിട്ടുള്ള ആളാണ്. 3 മക്കളെ സ്വാലിഹായ രൂപത്തിൽ 3 പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയച്ചാൽ സ്വർഗം കിട്ടുമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മച്ചി 7 മക്കളെ ഹലാലായ മാർഗത്തിൽ 1 രൂപ പോലും സ്ത്രീധനം കൊടുക്കാതെ, ആർഭാടമില്ലാതെ, ലളിതമായ രൂപത്തിൽ 5 നേരം നമസ്കരിക്കുന്ന ആളുകളെ കൊണ്ട് തന്നെയാണ് വിവാഹം കഴിപ്പിച്ച് അയച്ചു കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉമ്മച്ചി വിചാരിക്കുകയാണ്, എൻ്റെ ഉമ്മച്ചിക്ക് 13 മക്കളുണ്ട്, ബാക്കി 12 പേരും സ്വർഗത്തിൽ കിടക്കുമ്പോൾ ഞാൻ മാത്രം കിടന്ന് നരകത്തിൽ കിടന്ന് എരിയുവാണെങ്കിൽ എൻ്റെ ഉമ്മച്ചിക്ക് അത് സഹിക്കാൻ പറ്റുമോ? സ്വാഭാവികമായിട്ട് എൻ്റെ ഉമ്മച്ചി ആഗ്രഹിക്കില്ല, അല്ലാ എൻ്റെ പിള്ളെ സ്വർഗത്തിൽ വന്നാൽ മതിയായിരുന്നു, പഠിച്ചോനെ എൻ്റെ പിള്ളെ സ്വർഗത്തിലാക്കുവോ എന്ന് എൻ്റെ ഉമ്മച്ചി വിചാരിച്ചാൽ കഴിഞ്ഞില്ലേ കാര്യം? എൻ്റെ സിസ്റ്റേഴ്സ് ഇവരൊക്കെ നന്നായിട്ട് ഖുർആനും ഹദീസും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് ഇസ്ലാമിക മാർഗത്തിൽ ജീവിക്കുന്ന ആളാണ്. മൂത്ത സിസ്റ്റർ ഇപ്പോഴും ഖുർആൻ ക്ലാസ് എടുത്ത് മുന്നോട്ട് പോകുന്ന ആളാണ്. ഏറ്റവും കൂടുതൽ ഇത്രയും സഹോദരങ്ങൾ ഉണ്ടായിട്ട് എൻ്റെ മൂത്ത സിസ്റ്റർക്ക് ഏറ്റവും ഇഷ്ടം എന്നോടാണ്. ചിലപ്പോൾ ഏറ്റവും ഇളയ ആളായതുകൊണ്ടും ചെറുതായതുകൊണ്ടും ഒക്കെ ആയിരിക്കും ഏറ്റവും ഇഷ്ടം എന്നോട്. എനിക്ക് വേണ്ടി കരഞ്ഞിട്ടാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എപ്പോഴും പറയും, നിനക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പടച്ചവനോട്. എൻ്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും പടച്ചവൻ കേൾക്കാതിരിക്കില്ല. അവരുടെ 3 പെൺമക്കള് ഇവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഇത്ത സ്വർഗത്തിൽ പോയാൽ ഉറപ്പായിട്ടും പടച്ചവനോട് വരും, പടച്ചവനെ എൻ്റെ ജാമ്യയെ കൂടെ സ്വർഗത്തിലേക്കൊന്ന് കൊണ്ടുവരുമോ, എന്നാലും ഞാൻ സ്വർഗത്തിൽ പോകും, നിങ്ങൾ ഈ പറയുന്ന സ്വർഗമുണ്ടെങ്കിൽ. അതുപോലെ എൻ്റെ മറ്റേ സിസ്റ്റേഴ്സൊക്കെ വളരെ നല്ല പ്യൂരിറ്റിയോടുകൂടി ഇസ്ലാം മതം അനുശാസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരൊക്കെ സ്വർഗത്തിൽ. അപ്പൊ പിന്നെ എന്നെ ഈ തെറി പറഞ്ഞ് നിനക്കൊക്കെ സ്വർഗം കിട്ടുമെന്ന് വല്ല ഉറപ്പുണ്ടോടെ?
ഇങ്ങനെ ഈ കാമഭ്രാന്തം കാണിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ ചാറ്റ് ബോക്സിനകത്ത് വന്നിട്ട്. നിനക്കൊക്കെ കിട്ടുവോ സ്വർഗം? വല്ല ഉറപ്പുമുണ്ടോ നിനക്കൊക്കെ? അതുകൊണ്ട് നിങ്ങൾ തെറി വിളിച്ചോ, കുഴപ്പമൊന്നുമില്ല. പടച്ചോൻ അതിനേക്കാട്ടിൽ വലിയ വലിയ തെറികൾ ഖുർആനിലൂടെ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നിങ്ങൾ വിളിക്കുന്ന തെറിയൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. ധൈര്യമായിട്ട് നിങ്ങൾ നിങ്ങളുടെ തെറികളുമായിട്ട് മുന്നോട്ട് പോകുക. ഞാൻ ഖുർആനും ഹദീസുമായിട്ടും മുന്നോട്ട് പോകാം. അപ്പോൾ പിന്നെ എങ്ങനെ കാര്യങ്ങൾ? ശരി, നമുക്കിനി രാത്രി കാണാം. നല്ലൊരു വിഷയത്തിന്റെ ലൈവായിട്ട് ഇന്ന് രാത്രി ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തെറി പറയാൻ പുതിയ തെറികളൊക്കെ അക്ഷരത്തെറ്റില്ലാതെ ഒന്ന് എഴുതി പഠിച്ചിട്ട് വരണേ. നന്ദി. 2700 ആളുകൾ നിൽക്കുക ലൈവില്.